الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 117ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. മക്കക്കാരായ അന്നത്തെ മുശ്രിക്കുകൾ അവർ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ജൽപ്പനങ്ങൾക്കുള്ള മറുപടിയാണുള്ള ഈ ആയത്തിൽ നൽകുന്നത്. നോക്കൂ നിങ്ങൾ, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ ചില സൃഷ്ടികളാണ്. അവർ പരിശുദ്ധരാണ്, അവർ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണ്. അവരെ പറ്റിയാണ് ഈ മുശ്രിക്കുകൾ ചില കള്ളവാദങ്ങൾ കൊണ്ടുവന്നത്. ആ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ ആരാധിക്കുന്നു, അല്ലാഹുവിലേക്ക് അടുപ്പം കിട്ടാനെന്ന് ജൽപ്പിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, അതിനെ പറ്റിയാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അല്ലാഹുവിന് പുറമെ അവന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, അവർ ആരാധിക്കുന്നില്ല. ഇല്ലാ ഇനാസൻ, ചില സ്ത്രീകളെ അല്ലാതെ എന്നാണ് പറയുന്നത്, ചില പെണ്ണുങ്ങളെ അല്ലാതെ അവർ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് ജൽപ്പിച്ചുകൊണ്ട് ആ ദേവികളാക്കിക്കൊണ്ട് അവരെ പരിശുദ്ധരായ ദേവികളാക്കിക്കൊണ്ട് പെണ്ണുങ്ങളാക്കിക്കൊണ്ടാണ് അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയാണല്ലോ പറയുന്നത്. ഇല്ല ഇനാസൻ, പെണ്ണുങ്ങളെ അല്ലാതെ, അതായത് ദേവികളെ അല്ലാതെ അല്ലെങ്കിൽ സ്ത്രീകളെ അല്ലാതെ അവർ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അവർ ദുആ ചെയ്യുന്നില്ല, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. എല്ലാ ശൈത്വാനം മരീദാ, നോക്കൂ നിങ്ങൾ, പിശാചിനെ അല്ലാതെ. എങ്ങനെയുള്ള പിശാച്? മരീദൻ, ധിക്കാരശീലനായ. ആ ധിക്കാരശീലനായ പിശാചിനെ അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പിശാചിനെ അല്ലാതെ ആരാധിക്കുന്നില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? കാരണം എല്ലാ ശിർക്കുകളും കുഫ്റുകളും അങ്ങനെയുള്ള അല്ലാഹുവിന് പുറമെയുള്ള മുഴുവൻ ആരാധനകൾ അർപ്പിക്കുന്നതിന്റെയും പിന്നിൽ, മനുഷ്യനതിലേക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഈ തരത്തിലുള്ള ധിക്കാരിയായ പിശാചാണ് അതിനെയൊക്കെയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പിശാചിനെ നേർക്കുനേരെ ആരാധിക്കുന്ന ചുരുക്കം ചില പേര് ഇല്ലാതെയില്ല, എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന മുശ്രിക്കീങ്ങളും അതുപോലെ കുഫാറുകളും അവർ പിശാചിന്റെ പ്രേരണയാലാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് അല്ലാഹു പറയുന്നത്, അത്തരം ധിക്കാരിയായ പിശാചിനെ അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, ആ രൂപത്തിലുള്ള സ്ത്രീകളെ അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല എന്ന് കൃത്യമായും മക്ക മുശ്രിക്കുകൾക്ക് യഥാർത്ഥ രൂപത്തിലുള്ള തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ കാരുണ്യത്തിന്റെ വചനമാണ് കൂടിയുള്ള ഒരു ഇന്ദാറാണ്, ഒരു തക്കീതാണ് നൽകുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.